Third semester complementary mathematics vector calculus next topic continuity of a vector valued function. Continuity ഒരു important topic ആണ്. So മനസ്സിലാക്കി വെക്കണം. നമുക്ക് എന്താ നോക്കാം definition. A vector valued function r of t is continuous at a point t equal to a in its domain if r of a is defined limit t tends to a r of t exists limit t tends to a r of t equal to r of a. അതായത് ഒരു ഫംഗ്ഷൻ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങളും ഹോൾഡ് ചെയ്താൽ മതി എന്നർത്ഥം. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഗ്രാഫിന് എവിടെയും ബ്രേക്ക് വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അതേ സാധനമാണ് ഇവിടെ പറയുന്നത്. അല്ല ഫംഗ്ഷൻ ഒന്ന് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. അതായത് ആർ ഓഫ് എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അല്ല എന്ന്. ഇനി ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആർ ഓഫ് ടിയുടെ ലിമിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന്. ഇനി ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യാൻ വേണം, ഇത് രണ്ടും ഈക്വൽ ആവാൻ വേണം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആവുള്ളൂ ആ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനി the vector function r is continuous on an interval I if it is continuous at the every member in the interval I. അതായത് ഐ എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള മൂന്ന് കണ്ടീഷൻസ് ആണിത്. അപ്പോൾ നമ്മളൊരു ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവൽ എടുക്കുകയാണ്. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവില്ലേ? ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഇൻ്റർവൽ എടുത്തു. ഇൻ്റർവൽ ഒത്തിരി പോയിന്റ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇതിൽ ഓരോ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ഐ എന്ന് പറയുന്ന ഇൻ്റർവലിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി ഈ ഒരു തിയറം എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ്. കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഒരു വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് അറ്റ് എ. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ടി ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന എഫും ജിയും എച്ചും എയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി എഫും ജിയും എച്ചും എയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആർ ഓഫ് ടി കണ്ടിന്യൂസ് ആയിരിക്കും. അത് അണ്ടർസ്റ്റുഡ് അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് ഇ റേസ് ടു ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ. ഇനി നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ നേച്ചർ നോക്കിയത് കണ്ടിന്യൂസ് ആണോ? ഇതിൽ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? കോസ് ടി ഒന്ന്, ഇ റേസ് ടു ടി ഒന്ന്, ടി സ്ക്വയർ ഒന്ന്. ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എവ്രിവർ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇതിന് ബ്രേക്ക് ആവുന്ന ഒരു പോയിന്റ് പോലും ഇല്ല. ഈ മൂന്ന് ഫംഗ്ഷനും ബ്രേക്ക് ആവുന്ന ഒരു പോയിന്റ്സ് പോലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർ ഓഫ് ടിക്കും വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. അതായത് നമുക്കിപ്പം ടി ക്യൂബ് ഐ പ്ലസ് 5tj പ്ലസ് 1/tk. ഓക്കെ, ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി നിങ്ങൾ നോക്കാം, ഇവിടെ ടി ക്യൂബും 5tയും ആർ കണ്ടിന്യൂസ് എവ്രിവർ. എല്ലാ പോയിന്റ്സും ഇത് രണ്ട് പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആർ കണ്ടിന്യൂസ് എവ്രിവർ, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണല്ലേ. പക്ഷേ നമ്മളുടെ 1/t എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? 1/t ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0ൽ ഇത് ഡിഫൈൻഡ് അല്ലല്ലോ. 1/0 കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇതിന് ആർ ഓഫ് എ ഡിഫൈൻഡ് ആണെന്ന് പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ ആർ ഓഫ് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. പക്ഷേ ഇവിടെ 1/0 വരും. 1/0 ഡിഫൈൻഡ് അല്ലല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു 0. Therefore r of t is ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് കേട്ടോ. നോട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ എഴുതിയാൽ മതി. ഈസ് കണ്ടിന്യൂസ് എവ്രിവർ എക്സെപ്റ്റ് അറ്റ് ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് എവ്രിവർ എക്സെപ്റ്റ് അറ്റ് ടി ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എവിടെയൊക്കെയാണോ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്നത് അവിടെയൊക്കെ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിനെയും കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവൽസ് ഓൺ വിച്ച് ദ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഡിഫൈൻഡ് ബിലോ ഈസ് കണ്ടിന്യൂസ്. ഏതൊക്കെ ഇൻ്റർവൽസിലാണ് തന്നിരിക്കുന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ആർ ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി ഐ പ്ലസ് കോസ് ഓഫ് റൂട്ട് 4 മൈനസ് ടി ജെ പ്ലസ് 1/t² മൈനസ് 1 കെ. നമ്മൾ പറഞ്ഞു ഈ ആർ ഓഫ് ടി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിന് ഓരോ പേര് കൊടുക്കാം. ഇവിടെ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി എന്ന് കൊടുത്തു. ജി ഓഫ് ടി ഈക്വൽ ടു കോസ് ഓഫ് റൂട്ട് 4 മൈനസ് ടി എന്ന് കൊടുത്തു. ഇനി എച്ച് ഓഫ് ടി ഈക്വൽ ടു 1/t² മൈനസ് 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഓരോന്നിനും എന്താ പ്രശ്നമുള്ളതെന്ന്. ഇപ്പോൾ നമുക്ക് ഇ റൈസ് ടു മൈനസ് ടി കൊടുക്കാം. ഇവിടെ ടി ഏത് വാല്യൂ കൊടുത്തോട്ടെ നമുക്കിതെല്ലാത്തിനും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ. പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് സീറോയ്ക്കായിരിക്കും അല്ലേ. ഇ റൈസ് ടു മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്ക് 1/e⁻0 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/1 ഈക്വൽ ടു 1 എന്നാണ് വരിക. സോ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഒരു പോയിന്റ് 0 ആണ് ഒരു ചെറിയ പ്രശ്നക്കാരൻ, പക്ഷെ അവിടെയും കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അവിടെ. അപ്പോൾ എന്തായിരിക്കും, ഈ ഫംഗ്ഷനും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ. ഇനി നമുക്ക് അടുത്തത് ജി ഓഫ് ടിയുടെ കേസാണ് നോക്കേണ്ടത്. ഇനി ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ജി ഓഫ് ടി ഈക്വൽ ടു കോസ് ഓഫ് റൂട്ട് 4 മൈനസ് ടി അല്ലേ. ഈ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫൈൻഡ് അല്ല, അതാണ് പ്രശ്നം. കാരണം എന്താ പറയുക, സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് ടി ആണ് വന്നിരിക്കുന്നത്. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആകുമ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇൻ്റർവൽ, എവിടെയൊക്കെയാണ് ഇതിന് കണ്ടിന്യൂറ്റി വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ആ ഇൻ്റർവലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താവണം, ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ഓഫ് ദ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ടി ഒക്കെ എടുക്കുന്നത് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ടില്ല. അത് കോംപ്ലക്സിനാണുള്ളത്, കോംപ്ലക്സ് നമ്മളോട് പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ എന്താവണം, 4 മൈനസ് ടി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം അല്ലേ. അപ്പോൾ 4 മൈനസ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ, 4 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. ടിയുടെ വാല്യൂ 4ഓ അതിനേക്കാളും വലുതോ ആവണം എന്നല്ലേ പറയുന്നത്. സോറി, ടിയുടെ വാല്യൂ 4ഓ അതിനേക്കാളും ചെറുതോ ആവണം അല്ലേ, ഇതാണ് ഉദ്ദേശിച്ചത്. സോറി, തിരിഞ്ഞുപോയി. ഇവിടെ 4 ഇങ്ങനെ എഴുതാം നമുക്ക്, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ടി എന്ന് പറയുന്നത് 4ഓ അതിനേക്കാളും ചെറുതോ ആവണം. അതായത് -∞ മുതൽ 4 വരെ വന്നാൽ മാത്രമേ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ 4നേക്കാളും വലിയൊരു വാല്യൂ കൊടുത്തു നോക്കൂ, 4 - 5 വന്നു കഴിഞ്ഞാൽ അവിടെ -1 വരും. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്ന ഇൻ്റർവൽ ഏത് മാത്രമാണ്, നമുക്ക് പറയാം ജി ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ഓൺ -∞ to 4. ക്ലിയർ ആയോ? -∞ 4 വരെയാണ് ജി ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ക്ലോസ്ഡ് 4 എഴുതണം, കാരണം 4ലും ഉണ്ട്. 0 വന്നാലും കുഴപ്പമൊന്നുമില്ല. -t ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് 4 ആണ്. -∞ to 4. ഓക്കെ, ഇനി നമ്മളുടെ എച്ച് ഓഫ് ടിയുടെ കാര്യം നോക്കാം. അപ്പോൾ ജി ഓഫ് ടിയുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എച്ച് ഓഫ് ടിയുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവൽ കണ്ടുപിടിക്കണം. എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1/t² മൈനസ് 1 ആയിരുന്നു. ഈ t² മൈനസ് 1 ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഇത് 0 ആകുമ്പോൾ നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ t² മൈനസ് 1 ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, t² ഈക്വൽ ടു 1 ആവണം. അതായത് t ഈക്വൽ ടു +or-1 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളുടെ അതായത് ബാക്കി എല്ലാ പോയിന്റ്സിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മളുടെ ഒരു റിയൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ -1 വന്നു കഴിഞ്ഞാലും 1 വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ പോയിന്റ്സിലും ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഇൻ്റർവൽ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവൽ എന്ന് പറയുന്നത് -∞ to -1 വരും അല്ലേ. അതായത് -∞ to -1 വരും. പിന്നെ വരുന്നത് -1 to 1 വരും. കാരണം ഇത് ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് ആണെങ്കിൽ ഇത് പോയിന്റ്സും കൂടെ ഉണ്ട്. ഓപ്പൺ ആണെങ്കിൽ ഈ 2 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. 1 to ∞ വരും. ഈ ഒരു പോയിന്റ്സിലാണ് എച്ച് ഓഫ് ടി, ഈ ഒരു ഇൻ്റർവൽസിലാണ് എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 3 ഇൻ്റർവൽസിലാണ് നമ്മളുടെ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കളക്ഷൻ എഴുതി നോക്കാം. എഫ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലാണ്. ഇനി ജി ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു -∞ to 4 വരെയുള്ളൂ എന്ന്. അതുപോലെ തന്നെ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -∞ -1 -1 1 അതുപോലെ 1 ∞. അതായത് ഇവിടെ -1 1 എന്ന് പറയുന്നത് പോയിന്റ് ഇല്ല. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മളുടെ എഫ് ഓഫ് ടിയും ജി ഓഫ് ടി എച്ച് ഓഫ് ടി. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് വരുന്ന ഇൻ്റർവൽ, അതായത് 3ഉം കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഇൻ്റർവൽ മാത്രമാണ് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുള്ളൂ. അവിടെ മാത്രമേ അത് കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കുക, അത്
നമുക്ക് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, ഇവിടെ -1 പ്രശ്നമുണ്ട്, 1 പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ 4 പ്രശ്നമുണ്ട് അല്ലേ. 4 അല്ല, ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് എടുക്കുക നമ്മൾ? കോമൺ ആയിട്ട് വരുന്ന ഇൻ്റർവെൽ -∞ to -1 3 ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലേ. -∞ to -1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ തന്നിരിക്കുന്ന 3 ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം R of t is continuous on the intervals. ഏതാ ഫസ്റ്റ്? നമുക്ക് -∞ to -1 എടുക്കാം. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അവിടെ ആര്? f of t കണ്ടിന്യൂസ് ആണ്, g of t കണ്ടിന്യൂസ് ആണ്, h of t യും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ ഇൻ്റർവെൽ ഇവിടെ വരും -∞ to -1. ഓക്കെ, പിന്നെയോ? പിന്നെ നമുക്ക് നോക്കാം -∞ to -1 ഇവിടെ വരെ പറഞ്ഞു. പിന്നെ -1 to 1 ആണെങ്കിലോ ഇതും വരും അല്ലേ. 3 f of t കണ്ടിന്യൂസ് ആണ്, g of t കണ്ടിന്യൂസ് ആണ്, h of t കണ്ടിന്യൂസ് ആണ് -1 to 1. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാം -1 എന്ന് പറഞ്ഞ പോയിന്റ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ, -1 to 1. പിന്നെയോ? പിന്നെ നമ്മൾ 1 to ∞ ആണ് എടുക്കുന്നത്. പക്ഷേ 1 to ∞ എടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം 4 മുതൽ ഇങ്ങോട്ടേക്കുള്ള പോയിന്റ്സിൽ ആര് കണ്ടിന്യൂസ് അല്ല? g of t ഡിഫൈൻഡ് പോലും അല്ല. അപ്പോൾ അതിന് കണ്ടിന്യൂറ്റി അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1 to 4 എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, അവിടെ നമ്മൾ നിർത്തിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻഡ് 1 to ക്ലോസ്ഡ് ഫോം. ഓക്കെ, പ്രോബ്ലം പറയാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻ്റർവെൽ. നമ്മളോട് ഇൻ്റർവെൽ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞാൽ തന്നിരിക്കുന്ന വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന ഇൻ്റർവെൽ -∞ to -1, -1 to 1 ആൻഡ് 1 to 4. അതായത് ഈ പോയിന്റിനെ നമ്മൾ ഒഴിവാക്കണം, ഈ പോയിന്റിനെ നമ്മൾ ഒഴിവാക്കണം, കാരണം ഇവിടെ രണ്ടിനും കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്നുണ്ട്. ആ പോയിന്റ്സിനെ ഒഴിവാക്കിയിട്ട് 4 വരെ ഉള്ളൂ g of t യുടെ ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏരിയ, അതുകൊണ്ട് 4 വരെയല്ല. അപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു ഇൻ്റർവെൽസിലാണ് നമ്മുടെ R of t കണ്ടിന്യൂസ് ആവുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ പറയാം. താങ്ക് യു.